നമസ്കാരം. ഇന്ത്യക്ക് കരുത്തായി ശത്രുവിന് കാലനായി അവർ ഉടൻ എത്തും. ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ആരാണ് ഇന്ത്യക്ക് കരുത്തേകാൻ എത്തുക? ആകാശ ചക്രവർത്തി, ആകാശത്തിന്റെ തേജസ് MK-1A. ഈ വർഷം ജൂലൈയോടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആദ്യ തേജസ് MK-1A യുദ്ധവിമാനം കൈമാറുമെന്നാണ് പ്രതീക്ഷ. ഫെബ്രുവരി മാർച്ച് സമയപരിധിക്കുള്ളിൽ വിമാനം IAFന് കൈമാറുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചെറിയ കാലതാമസം നേരിട്ടു. ഇന്ത്യൻ എയർഫോഴ്സും പൊതുമേഖലാ സ്ഥാപനമായ HALലും അടുത്തിടെ തേജസ് യുദ്ധവിമാന പദ്ധതി അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ വർഷം ജൂലൈയോടെ ഇത് സേനയ്ക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം HAL യുദ്ധവിമാനത്തിന്റെ ആദ്യ പറക്കൽ നടത്തി. IAFന് കൈമാറുന്നതിന് മുൻപ് മറ്റ് നിരവധി ഇന്റഗ്രേഷൻ ട്രയലുകൾ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സൈനിക മേഖലയിൽ സ്വാശ്രയത്വം സാക്ഷാത്കരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിട്ടാണ് തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ സേനയിൽ എത്തുക എന്നും പ്രധാനമന്ത്രിയെയും ചടങ്ങിൽ ക്ഷണിച്ചേക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷമാണ് തേജസ് MK-1A പദ്ധതിക്ക് രൂപം നൽകിയത്. 83 വിമാനങ്ങൾക്കായി 48,000 കോടി രൂപയുടെ ഒരു ഓർഡർ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ 97 വിമാനങ്ങൾക്കായി 65,000 കോടി രൂപയുടെ മറ്റൊരു ഓർഡർ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 97 വിമാനങ്ങൾ വാങ്ങുന്നതിനായിട്ട് പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയിട്ടുണ്ട്. തദ്ദേശീയ സൈനിക ഹാർഡ്വെയറിനായുള്ള ഇന്ത്യൻ സർക്കാർ ഇതുവരെ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ടെൻഡറാണിത്. പ്രതിരോധ മന്ത്രാലയം HALന് അടുത്തിടെ നൽകിയ ഉത്തരവിൽ പ്രതികരിക്കാൻ കമ്പനിക്ക് 3 മാസത്തെ സമയപരിധിയും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ MiG-21, MiG-23, MiG-27 എന്നിവയ്ക്ക് പകരം വയ്ക്കാനാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വ്യോമ ആസ്ഥാനത്തിന്റെയും പിന്തുണയോടെ തദ്ദേശീയമായ യുദ്ധവിമാന പരിപാടി സ്വദേശിവൽക്കരണ ശ്രമങ്ങളെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തുടനീളമുള്ള പ്രതിരോധ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഗണ്യമായ ബിസിനസ് അവസരങ്ങൾ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. തന്റെ സർക്കാരിന് കീഴിൽ എല്ലാത്തരം തദ്ദേശീയ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും എഞ്ചിനുകളും നിർമ്മിക്കുന്നതിന് ഓർഡർ നേടിയ HALന്റെ പുനരുജ്ജീവനത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 97 തേജസ് MK-1A ഫൈറ്റർ ജെറ്റുകൾ കൂടി ഏറ്റെടുക്കാനുള്ള പദ്ധതിയും സ്പെയിനിലെ വിദേശ മണ്ണിൽ ഇന്ത്യൻ വ്യോമസേനാ മേധാവി VR ചൗധരിയാണ് ആദ്യം പ്രഖ്യാപിച്ചത്. തദ്ദേശീയ യുദ്ധവിമാന ഓർഡറുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള മെഗാ പദ്ധതികളെ കുറിച്ച് വലിയ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. തേജസ് വിമാനത്തിന്റെ നൂതന പതിപ്പാണ് തേജസ് MK-1A. പുതിയ തേജസ് MK-1Aയിലെ തദ്ദേശീയമായ ഘടകങ്ങൾ 65% വരും. രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഖ്യാതി വർദ്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ നീക്കം. തേജസ് യുദ്ധവിമാനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാനും വമ്പൻ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. തേജസ് വിമാനത്തിന്റെ ആദ്യ പതിപ്പ് 2016 ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയുടെ ശക്തി തേജസ് കൂട്ടാനായിട്ട് നിരവധി പദ്ധതികളാണ് നടക്കുന്നത്. 2027ഓടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ ആദ്യ പതിപ്പായിട്ടുള്ള തേജസ് MK-2ന്റെ മുഴുവൻ വികസന പ്രക്രിയയും പൂർത്തിയാകുമെന്നും വിവരമുണ്ട്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഇന്ത്യ നിർമ്മിച്ച ഉപകരണങ്ങൾ വലിയ രീതിയിലാണ് ലോകം സ്വീകരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതിയുടെ തലയെടുപ്പിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ, തേജസ് യുദ്ധവിമാനങ്ങൾ. പ്രതിരോധ മേഖലയിലെ കുതിപ്പിന്, സ്വാശ്രയത്വത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ദിനംപ്രതി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്ത്യയുടെ ആയുധങ്ങൾക്കായി ലോകത്ത് പല രാജ്യങ്ങളും വലിയ ഡിമാൻഡാണ് മുന്നോട്ട് വെക്കുന്നത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ മിന്നും വിജയമാണ് ഓരോ ദിവസവും രാജ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രതിരോധത്തിലെ ഇന്ത്യയുടെ കുതിപ്പ്, ഇന്ത്യയുടെ ശരിയായ വീക്ഷണം, നിരീക്ഷണം, ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തേജസ് MK-1 വരുന്നതോടുകൂടി പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ കരുത്താകും. ശത്രുക്കളെ തുരത്തി ഓടിക്കുവാൻ പാകിസ്ഥാനും ചൈനയ്ക്കുമൊക്കെ മറുപടി കൊടുക്കുവാൻ, രാജ്യത്തിന്റെ കരുത്തു കാട്ടുവാൻ ഒരു ഉത്തമ നിമിഷം തന്നെയായിരിക്കും അത്.